അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, സഹോദര സഹോദരിമാരെ, പരിശുദ്ധമായ ശഅബാൻ 26 ദിവസത്തെ മജ്ലിസിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. പരിശുദ്ധമായ റമളാൻ വെളിപ്പാടകലെയാണ്, നമ്മളിലേക്ക് അടുത്തടുത്ത് വരികയാണ്. പുണ്യങ്ങളുടെ പൂക്കാലമായ റമളാൻ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം നൽകുന്ന, വലിയ ആവേശമുള്ളൊരു മാസമാണ് റമളാൻ ഷരീഫ്. കാരണം ചെയ്യുന്ന ഇബാദത്തിനിക്ക് 70 ഇരട്ടി, ഏറ്റവും ചുരുങ്ങിയത് 70 ഇരട്ടി പ്രതിഫലം അല്ലാഹു നൽകും. പിന്നെ നമ്മുടെ ഇഖ്ലാസിൻ്റെ പവർ അനുസരിച്ചുകൊണ്ട് അതിലേക്കാണ് കൂടുതലായിട്ട് അല്ലാഹു നൽകുകയാണ്. മാത്രമല്ല, റമളാനിൽ 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠതയുള്ളൊരു രാവുണ്ട്. അതൊക്കെ വരാൻ പോകുന്ന മഹത്തായൊരു മാസമാണ് കടന്നു വരുന്നത്. പൂർണ്ണമായിട്ട് നമ്മൾ സജ്ജമാകണം. മുഅ്മിനീങ്ങളെ ദിക്ർ കൊണ്ടും സലാത്ത് കൊണ്ടും ഇബാദത്ത് കൊണ്ടൊക്കെ മനസ്സിനെ സംസ്കരിച്ചെടുത്ത് റമളാനിനെ മനോഹരമായിട്ട് വരവേൽത്തി ധന്യമാക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പടച്ച റബ്ബേ, ഞങ്ങൾക്കൊക്കെ പുറത്ത് തരണേ അല്ലാ. ഞങ്ങളുടെ ഉമ്മാക്കും ഉപ്പാക്കും പുറത്തു കൊടുക്കണേ അല്ലാഹുവേ. പടച്ചോനെ, ഞങ്ങളുടെ ഹൃദയത്തെ നീ പരിശുദ്ധമാക്കി തരണേ. ഈമാൻ കൊണ്ട് ഹൃദയത്തെ നിറച്ച് തരണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ പൊരുത്തത്തിലും ത്വഅത്തിലുമായ ആഫിയത്തുള്ള ദീർഘായുസ് ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ പടച്ചോനെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ഒരുപാട് ഉമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്, സഹോദരങ്ങളുണ്ട്. അവരൊക്കെ ഈ സദസ്സിലെ ദുആ പ്രതീക്ഷിച്ചുകൊണ്ട് വസിയ്യത്ത് ചെയ്തവരാണ്. നാദാ, അവരുടെ പ്രയാസങ്ങളൊക്കെ നീ തീർത്തു കൊടുക്കണേ അല്ലാ. പലരും ഈ മജ്ലിസ് കൊണ്ട് ഞങ്ങൾക്ക് വലിയ ആശ്വാസം കിട്ടുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിന് വല്ലാത്ത സന്തോഷമാണ്. അല്ലാഹുവേ, അവർക്കുള്ള പ്രയാസങ്ങളൊക്കെ നീ ദൂരീകരിച്ചു കൊടുക്കണേ. ഹലാലായി മുറാദുകളൊക്കെ പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കണേ. ഏതൊരു കാര്യം പറഞ്ഞിട്ടാണോ ദുആ കൊണ്ട് വസിയതെങ്കിലെ കാര്യം പെട്ടെന്ന് പ്രായത്തിലാക്കി കൊടുക്കണേ അല്ലാ. ഈ മജ്ലിസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾക്ക് ജീവിതത്തിൽ വലിയ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. പടച്ചോനെ, ഈ മജ്ലിസിൻ്റെ ചൊല്ലുന്ന ദിക്റുകളൊക്കെ ബറക്കത്ത് കൊണ്ട് വലിയ മാറ്റവും നേട്ടവും ജീവിതത്തിൽ അവർക്കൊക്കെ നീ നൽകണേ അല്ലാ. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും നീ ഏറ്റെടുക്കണേ അല്ലാ. ഒരു രംഗത്തും പരാജയപ്പെടുത്തല്ല അല്ലാ. ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ റഹ്മാനേ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ മജ്ലിസ് ആരംഭിക്കുകയാണ്. ആത്മാർത്ഥമായി അറിയുന്നവരിലേക്കോ ഷെയർ ചെയ്തു കൊടുക്കുക. അവസാനം വരെ പങ്കെടുക്കുക. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളൊരു ലൈക്ക് ചെയ്താൽ പലരിലേക്കും നമ്മുടെ മജ്ലിസ് എത്താൻ അതൊരു കാരണമാണ്. എല്ലാവരും സഹകരിക്കണം. റബ്ബ് താഴെ നമുക്ക് വലിയ പ്രതിഫലം നൽകട്ടെ. ആദ്യമായിട്ട് ഇന്നത്തെ ദിവസം മരണപ്പെട്ടു പോയ മുൻകാലങ്ങളിലെ ശഅബാൻ 26 മരണപ്പെട്ടവരുമായ എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്ക് വേണ്ടി ഫാത്തിഹ ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. അല്ലാഹുവേ, ഞങ്ങൾ ഓതിയ സൂറത്തുൽ ഫാത്തിഹ സ്വീകരിക്കണേ. അതിൻ്റെ സവാബിൻ്റെ മിസ്ല് ഇന്നത്തെ ദിവസം മരണപ്പെട്ടു പോയ മുൻകാലങ്ങളിലെ ശഅബാൻ 26 മരണപ്പെട്ടവരുമായ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ളവരാണെങ്കിലും ശരി, അവരുടെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് ആരെല്ലാം മൺമറഞ്ഞിട്ടുണ്ടോ അവരുടെയൊക്കെ ഹളറത്തിലേക്കും എത്തിക്കണേ അല്ലാ. അവർക്കെല്ലാം മഗ്ഫിറത്ത് നൽകണേ. നിന്റെ ജന്നാത്തുൽ ഫിർദൗസിന്റെ അരികാരിൽ അവരെയും ഞങ്ങളെയും ചേർക്കണേ അല്ലാ. സൂറത്തുൽ ഫാത്തിഹയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ വിജയികളിൽ പെടുത്തണേ. ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും റാഹത്തും വിജയവും നൽകണേ അല്ലാ. ഹലാലായ മുറാദുകളൊക്കെ പെട്ടെന്ന് ഹാസിലാക്കി തരണേ അല്ലാ. പടച്ചോനെ, കാര്യത്തിലൊക്കെ നീ റാഹത്ത് നൽകണേ റബ്ബേ. പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് ഇന്നത്തെ ദിവസത്തിൽ അള്ളാഹുവിൻ്റെ വലിയ ഹിഫ്ളും സംരക്ഷണവും ലഭിക്കാൻ, എല്ലാ ഷർറിൽ നിന്നും കാവൽ ലഭിക്കാൻ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മനോഹരമായ, ഏറ്റവും ശ്രേഷ്ഠമായ ആയത്തായ ആയത്തുൽ കുർസിയെ പാരായണം ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹു സമാവാതി വൽ അർദ് വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അളീം. അല്ലാഹുവേ,
ഞങ്ങൾ ഓതിയതായ ആയത്തുൽ കുർസി സ്വീകരിക്കണേ. ആയത്തുൽ കുർസിയുടെ ബറക്കത്ത് കൊണ്ട് ഹലാലായ മുറാദുകളൊക്കെ ഞങ്ങൾക്ക് പെട്ടെന്ന് ഹാസിലാക്കി തരണേ. ആയത്തുൽ കുർസിയുടെ ബറക്കത്ത് കൊണ്ട് എല്ലാ ശർറായ ഖലാഇനെ തൊട്ടും ഞങ്ങളെ എവരെയും കാക്കണേ അല്ലാഹ്. എല്ലാ ഫിത്തനുകളെ തൊട്ടും അപകടങ്ങളെ തൊട്ട് മുസീബത്തുകളെ തൊട്ട് ആഫത്തുകളെ തൊട്ട് ഞങ്ങളെയും കുടുംബത്തെയും കാക്കണേ അല്ലാഹ്. എല്ലാ ഷർറുകാരിൽ നിന്നും ഷർറിനെ തൊട്ടും കാവല് നൽകണേ അല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് ഒരു തവണ സൂറത്തുൽ ഹശ്റിലെ അവസാനത്തെ 4 ആയത്തുകൾ പാരായണം ചെയ്യാം. ലൗ അൻസൽനാ എന്ന് തുടങ്ങുന്ന ആയത്ത്, അത് ആ ആയത്തുകൾ ഒരാൾ പാരായണം ചെയ്താൽ 70,000 മലക്കുകളുടെ പ്രാർത്ഥന അവനിക്ക് ലഭിക്കുമെന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചതാണ്. അല്ലാഹു നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. ഓതിക്കോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم. അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ. ഈ ശ്രേഷ്ഠമായ ആയത്തുകളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലൊക്കെ വലിയ ബറക്കത്ത് നൽകണേ. മഹാന്മാരായ മലായികത്തുകളുടെ പ്രാർത്ഥനയിൽ സാധുക്കളായ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. സജ്ജനങ്ങളായ ആളുകളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണേ അല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് പരിശുദ്ധമായ ശഅബാനിൽ പ്രാർത്ഥിക്കാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായ ശ്രേഷ്ഠമായ പ്രാർത്ഥന നടത്താം. അത് റജബിൽ മാത്രമല്ല, ശഅബാൻ കഴിയുന്നത് വരെ ആ പ്രാർത്ഥന നമ്മൾ നടത്തണം. റജബിൽ എങ്ങനെയായിരുന്നോ നമ്മൾ അറിഞ്ഞിരുന്നത്, അതേപോലെ തന്നെ ശഅബാൻ കഴിയുന്നത് വരെ ആ പ്രാർത്ഥന നടത്തണം. ആ ശ്രേഷ്ഠമായ പ്രാർത്ഥന നമുക്ക് 33 തവണ ചൊല്ലാം. അല്ലാഹു നമുക്ക് സ്വീകാര്യത നൽകട്ടെ. بسم الله الرحمن الرحيم اللهم بارك لنا في رجب وشعبان وبلغنا رمضان 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 اللهم بارك لنا في رجب وشعبان وبلغنا رمضان
اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم بارك لنا في رجب وشعبان وبلغنا رمضان അല്ലാഹുവേ റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളിൽ, ഞങ്ങളുടെ ഇണയിൽ, വീട്ടിൽ എല്ലാ കാര്യത്തിലും ബറക്കത്ത് നൽകണേ അല്ലാഹ്. വിശുദ്ധമായ റമളാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ റബ്ബേ. ആഫിയത്തോടെ, തഖ്വയോടെ, ഈമാനോടെ എത്തിക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് ദിക്റുകളുടെ രാജാവായ അഫ്ളലു ദിക്റായ ലാ ഇലാഹ ഇല്ലല്ലാഹ് 100 തവണ ചൊല്ലാം. അല്ലാഹു ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മേൽ ജീവിച്ച് മരിക്കാൻ നമുക്ക് വലിയ ഭാഗ്യം നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് لا إله إلا الله 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 لا إله إلا الله
അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ. ഞങ്ങൾ ചൊല്ലിയതായ അഫ്ളലു ദിക്റിനെ കബൂലാക്കണേ. അഫ്ളലു ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലൊക്കെ വലിയ നേട്ടവും വിചാരിക്കാത്ത ഭാഗത്തിലൂടെ വലിയ മാറ്റവും ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. വലിയ പ്രതിഫലം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് 100 തവണ അസ്തഗ്ഫിറുല്ലാഹൽ അളീം എന്ന് ചൊല്ലാം. റബ്ബേ എനിക്ക് മാപ്പ് നൽകണേ എന്ന ചിന്തയോടുകൂടി എല്ലാവരും ചൊല്ലുക. അള്ളാഹു നമ്മുടെ തെറ്റുകൾ പുറത്തു തരുകയും അതോടുകൂടെ നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ ഒരു ഫത്ഹ് അള്ളാഹു ഉണ്ടാക്കി തരുകയും ചെയ്യും. അത് ഇസ്തിഗ്ഫാറിന്റെ നേട്ടമാണ്. റബ്ബ് സ്വീകരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം أستغفر الله العظيم 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 أستغفر الله العظيم
അല്ലാഹുവേ സ്വീകരിക്കണേ. ഞങ്ങൾക്കൊക്കെ നീ പുറത്തു തരണേ റബ്ബേ. തെറ്റുകളൊക്കെ പുറത്തു തന്ന് ഹൃദയം ശുദ്ധീകരിക്കണേ റബ്ബേ. ഞങ്ങളുടെ ഉമ്മാക്കും ഉപ്പാക്കുമൊക്കെ നീ പുറത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഇസ്തിഗ്ഫാറിന്റെ ഹക്ക് കൊണ്ട് പടച്ചോനെ ഞങ്ങളുടെ കാര്യങ്ങളിലൊക്കെ റാഹത്തും വിജയവും സലാമത്തും നൽകണേ അല്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളായി നമുക്ക് ഈ ശഅബാനിൽ ചൊല്ലേണ്ടതായ ശ്രേഷ്ഠമായ ദിക്ർ, ആ ദിക്ർ ചൊല്ലിയാൽ 1000 വർഷത്തെ ഇബാദത്തിന്റെ കൂലി അല്ലാഹു നൽകും. അത്രയും പവറുള്ള ദിക്റാണ്. അതിലൂടെ ഭൗതികവും ഉഖറവിയുമായ നേട്ടങ്ങൾ അല്ലാഹു നമുക്ക് നൽകും. നല്ല ഈമാനും തഖ്വയും അല്ലാഹു നമ്മുടെ മനസ്സിലേക്ക് ഇട്ടുതരും. കാര്യങ്ങളിലൊക്കെ അല്ലാഹു വിജയം നൽകും. ആ ശ്രേഷ്ഠമായ ദിക്ർ 33 തവണ നമുക്ക് ചൊല്ലാം. ചൊല്ലിക്കോളൂ മുഅ്മിനീങ്ങളെ. ലാ ഇലാഹ ഇല്ലല്ലാഹു വലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹു മുഖ്ലിസീന ലഹുദ്ദീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു വലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹു മുഖ്ലിസീന ലഹുദ്ദീൻ. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين. تقبل الله. പടച്ചോനെ ശ്രേഷ്ഠമായി ദിക്ർ ചൊല്ലിയാൽ 1000 വർഷത്തെ ഇബാദത്തിന്റെ കൂലി പടച്ചോൻ നൽകുമെന്ന് നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാഹ് ആ കൂലി ഈ പാപികളായ അല്ലാഹ് ആ കൂലി സാധുക്കളായ ഞങ്ങൾക്ക് നീ പൂർണ്ണമായി നൽകണേ റബ്ബേ. ഈ ദിക്റിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഹലാലായ മുറാദുകളൊക്കെ പെട്ടെന്ന് ഹാസിലാക്കി തരണേ റബ്ബേ. വിഷമങ്ങളൊക്കെ തീർത്ത് തരണേ. ആഫിയത്ത് നൽകണേ അല്ലാഹ്. ആരോഗ്യം നൽകണം അല്ലാഹ്. കടങ്ങളൊക്കെ വീട്ടിത്തരണേ റബ്ബേ. കാര്യങ്ങളൊക്കെ റാഹത്തിലാക്കി തരണേ. നല്ല ഈമാനും തഖ്വയും നൽകണേ അല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളായി നമുക്ക് ഈ ശഅബാനിൻ്റെ മനോഹരമായ ഈ പകലിൽ മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ചുകൊണ്ട് ചൊല്ലിയ ശ്രേഷ്ഠമായ ദിക്ർ, ശ്രേഷ്ഠമായ തസ്ബീഹ്
എല്ലാ വിപത്തുകളിൽ നിന്നും രക്ഷ കിട്ടാൻ കാരണമാകുന്ന ഈ ശ്രേഷ്ഠമായ ദിക്ർ നമുക്ക് 40 തവണ ചൊല്ലാം. അള്ളാഹു നമുക്ക് കബൂലിയത്ത് നൽകട്ടെ. ഇത് കാരണം നമ്മൾ കുടുങ്ങിക്കിടക്കുന്ന എല്ലാ കാര്യത്തിൽ നിന്നും, നമുക്ക് പ്രയാസമായി തോന്നുന്ന എല്ലാത്തിൽ നിന്നും അള്ളാഹു നമുക്ക് റാഹത്തും എളുപ്പവും നൽകി അനുഗ്രഹിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. അല്ലാഹുവേ സ്വീകരിക്കണേ. ശ്രേഷ്ഠമായ മഹാന്മാർ ചൊല്ലിയ, പ്രവാചകർ ചൊല്ലിയ മഹത്തായ ഈ ദിക്ർ 40 വട്ടം ഞങ്ങൾ ചൊല്ലി അല്ലാ. ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാ ഞങ്ങളുടെ വേദനകളൊക്കെ ശിഫയാക്കി തരണേ, കടങ്ങളൊക്കെ വീട്ടിത്തരണേ, പ്രയാസങ്ങളൊക്കെ ദൂരീകരിച്ചു തരണേ. തഖ്വയും പൂർണ്ണമായ ഈമാനും ഞങ്ങൾക്കേവർക്കും നൽകണേ അല്ലാ. കല്യാണം ശരിയാവാത്ത സഹോദര സഹോദരിമാരുണ്ട്, പലരും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ശ്രേഷ്ഠമായ ദിക്റിന്റെ ബർക്കത്ത് കൊണ്ട് അവരുടെ കാര്യം നീ റാഹത്തിലാക്കി, പെട്ടെന്ന് റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് അസ്മാഉൽ ഹുസ്നയിലുള്ള 2 ഇസ്മുകളടങ്ങിയ ശ്രേഷ്ഠമായ ദിക്ർ, മഹാന്മാർ ചൊല്ലിയ ദിക്ർ, ഹബീബായ തങ്ങൾ ബദർ യുദ്ധത്തിൻ്റെ തലേന്ന് ചൊല്ലിയതായ ശ്രേഷ്ഠമായ ദിക്ർ, അത് അള്ളാഹുവിൻ്റെ സഹായം കിട്ടാൻ വളരെ ഫലവത്തായ ദിക്റാണ്. ശരീരത്തിന് ആഫിയത്ത് കിട്ടാൻ ഫലവത്തായ ദിക്റാണ്. ഈ ശഅബാനിൻ്റെ മനോഹരമായ പകലിൽ 100 വട്ടം ശ്രേഷ്ഠമായ ദിക്ർ നമുക്ക് ചൊല്ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം,
يا حي يا قيوم 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 تقبل الله. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലിയ ദിക്ർ നീ സ്വീകരിക്കണേ. ഈ ശ്രേഷ്ഠമായ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ആഫിയത്ത് നൽകണേ, ആരോഗ്യം നൽകണേ. ഞങ്ങളുടെ ബാഹ്യമായിട്ടോ ആന്തരികമായിട്ടോ അവയവങ്ങൾക്ക് വല്ല തകരാറുമുണ്ടെങ്കിൽ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് എത്തിച്ചു തരണേ റബ്ബേ. ബലഹീനത ഞങ്ങൾക്ക് തരല്ല അല്ലാ. ശാരീരികമായും മാനസികമായുള്ള കരുത്തും ഹിമ്മത്തും ആരോഗ്യവും ഞങ്ങൾക്ക് നൽകണേ അല്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ശഅബാനു ശഹരി, ഹബീബായ തങ്ങൾ ശഅബാൻ മാസത്തെക്കുറിച്ച് പറഞ്ഞതാണ്. ശഅബാൻ എൻ്റെ മാസമാണെന്ന് പറഞ്ഞ സ്വലാത്തിൻ്റെ മാസമായി ശഅബാനിൻ്റെ മനോഹരമായ ഈ ഒരു സമയത്ത് ഹബീബായ തങ്ങളുടെ മേലുള്ള ശ്രേഷ്ഠമായ സ്വലാത്ത് നമുക്ക് ചൊല്ലാം. ചൊല്ലിക്കോളൂ. സ്വലാത്ത് എല്ലാത്തിനും പരിഹാരമാണ്. സ്വലാത്ത് കൊണ്ട് വിജയിക്കാത്തവരില്ല, സ്വലാത്ത് കൊണ്ട് പ്രതിസന്ധികളിൽ നിന്നും കരകയറാത്തവരില്ല. ധൈര്യമായിട്ട് ആവേശത്തോടെ ഹബീബിനോടുള്ള മഹബത്തോടെ ചൊല്ലിക്കോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. 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 അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്.
الصلاة والسلام عليك يا سيدي يا رسول الله 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 خذ بيدي قلت حيرتي أدركني مرادي يا رسول الله. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ദുആ ചെയ്യാണ്. പരിശുദ്ധമായ ഷഅബാൻ 26 ശ്രേഷ്ഠമായ ദിക്ർ സ്വലാത്തുകളൊക്കെ ചൊല്ലിയിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. അള്ളാഹു നമുക്ക് കബൂലിയത്ത് നൽകട്ടെ. നമ്മുടെ ദുനിയവിയും ഉഖ്റവിയുമായ എല്ലാ കാര്യത്തിനും അള്ളാഹു തആല പരിഹാരം കാണിച്ചു തരട്ടെ. ആത്മാർത്ഥമായിട്ട് എല്ലാവരും ആമീൻ പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم بنعمتك العظمى صل على الحبيب محمد وآله. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وأصحاب سيدنا محمد. اللهم اغفر لنا وارحمنا ولوالدينا ربنا ارحمهم كما ربونا صغارا ولأساتذتنا ولمشايخنا ولأزواجنا ولذرياتنا ولأحبابنا ولإخوتنا ولأخواتنا ولمن ماتوا منا ولجميع المؤمنين والمؤمنات. اللهم جملنا بالعافية والسلامة وحققنا بالتقوى والاستقامة وأعذنا من موجبات الندامة يوم القيامة. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലിയതും ഓതിയതുമായ എല്ലാം നിന്റെ മഹദ് ഫളിൽ കൊണ്ട് സ്വീകരിക്കണേ അല്ലാഹ്. പോരായ്മകളൊക്കെ മാപ്പ് ചെയ്യണേ റബ്ബേ. ഹബീബായ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിലേക്ക് അതിന്റെ സവാബിന്റെ മിസലെത്തിക്കണേ റബ്ബേ. മഹാന്മാരായ അമ്പിയാക്കന്മാരുടെ അർവാഹിലേക്ക് എത്തിക്കണേ. സ്വഹാബത്തിന്റെ ഹളറത്തിലേക്ക് എത്തിക്കണേ. ഔലിയാക്കന്മാരുടെ ശുഹദാക്കളുടെ അർവാഹിലേക്ക് എത്തിക്കണേ റബ്ബേ. അവരുടെ കൗഹറവിയായ ദർജ ഉയർത്തണേ റബ്ബേ.
ഈ ഒരു മാസത്തിൽ മരണപ്പെട്ടു പോയ ഒരുപാട് മഹാന്മാരുണ്ട്. അവരുടെയൊക്കെ അർവാഹിലേക്കും എത്തിക്കണേ അല്ലാ. അവരുടെയൊക്കെ ദർജ നീ ഉയർത്തണേ റഹ്മാനെ. അവരുടെയൊക്കെ മദതും നുസ്റത്തും ഞങ്ങൾക്ക് നൽകണേ അല്ലാ. എന്നോട് ഞങ്ങൾ തേടുന്നു, ഒരുപാട് തെറ്റ് ചെയ്തവരാണ്, മാപ്പ് നൽകണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് മാപ്പ് നൽകണേ റബ്ബേ. ഞങ്ങളുടെ ഉസ്താദുമാർക്ക്, ഞങ്ങളോട് ഇടപഴകി ജീവിക്കുന്നവർക്ക് നീ മാപ്പ് നൽകണേ അല്ലാ. പടച്ചോനെ, ഞങ്ങളുടെ ഹൃദയത്തെ നിന്റെ പൊരുത്തത്തിലേക്ക് പാകപ്പെടുത്തി തരണേ റബ്ബേ. ഈമാന്റെ പ്രകാശം കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ പ്രകാശിപ്പിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിന് നീ വലിയ ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ കാഴ്ചയിൽ, ഞങ്ങളുടെ കേൾവിയിൽ, ഞങ്ങളുടെ കാലിൽ, ഞങ്ങളുടെ കയ്യിൽ, ഞങ്ങളുടെ മറ്റു എല്ലാ അവയവങ്ങളിലും നീ വലിയ ബറക്കത്ത് നൽകണേ റബ്ബേ. മരിക്കുന്നത് വരെ അതിൻ്റെ ഉപകാരവും ഉപയോഗവും പൂർണ്ണരൂപത്തിൽ നിലനിർത്തി തരണേ നാഥാ. ഞങ്ങളിലുള്ള രോഗികൾക്കൊക്കെ നീ ശിഫ നൽകണേ അല്ലാ. ഞങ്ങൾക്കൊക്കെ നീ ആഫിയത്തും ആരോഗ്യവും നൽകണം അല്ലാ. വല്ല മാരകമായ രോഗങ്ങളും പിടിപെട്ടവർ ഞങ്ങൾ ഈ മജ്‌ലിസിലുണ്ടെങ്കിൽ ഷാഫിയായ റബ്ബേ, നീ പൂർണ്ണ ശിഫ നൽകണേ അല്ലാ. വിട്ടുമാറാത്ത വേദനകളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് റബ്ബേ, പൂർണ്ണ ശിഫ നൽകണേ അല്ലാ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നുണ്ട് അല്ലാ. ഓരോരുത്തർക്കും ഓരോ പ്രയാസങ്ങളാണ്. എല്ലാം അറിയുന്ന നാഥാ, അവരുടെ പ്രശ്നങ്ങൾക്കൊക്കെ പ്രയാസങ്ങൾക്കൊക്കെ പൂർണ്ണ പരിഹാരം നീ കാണിച്ചു കൊടുക്കണേ. അവരുടെ വിഷമങ്ങളൊക്കെ ദൂരീകരിച്ചു കൊടുക്കണേ റബ്ബേ. ഈ മജ്‌ലിസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരുപാട് ഹലാലായ മുറാദുകളുണ്ട് നാഥാ, ഹാസിലാക്കി തരണേ അല്ലാ. ഒരുപാട് കടങ്ങളുണ്ട് റബ്ബേ, വീട്ടാനുള്ള വഴികൾ തുറന്നു തരണേ റബ്ബേ. വീടില്ലാത്തവരുണ്ട് റബ്ബേ, ലാഹിക്കായ ഒരു ഭവനം എത്രയും പെട്ടെന്ന് നീ നൽകണേ റബ്ബേ. കല്യാണം ശരിയാവാത്ത സഹോദര സഹോദരിമാരുണ്ട്, യോജിച്ച സ്വാലിഹീങ്ങളായ ഇണകളെ എത്രയും പെട്ടെന്ന് നൽകണേ അല്ലാ. ഞങ്ങളുടെ മക്കളെയൊക്കെ നീ നല്ലവരാക്കണേ റബ്ബേ. കുട്ടികളുടെ പരീക്ഷകളിലൊക്കെ നല്ല വിജയം അവർക്ക് നൽകണേ റബ്ബേ. നല്ല സ്വാലിഹായ ബുദ്ധി അവർക്കൊക്കെ നീ നൽകണേ റഹ്മാനെ റബ്ബേ. മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് മജ്‌ലിസിൽ പങ്കെടുക്കുന്നുണ്ട്. പലരും പല സ്ഥലത്ത് വെച്ചുകൊണ്ടും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട് അല്ലാ. ഞങ്ങൾക്കൊക്കെ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർക്കും പടച്ചോനെ മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാനും ഹബീബായ തങ്ങളെ സിയാറത്ത് ചെയ്യാനും ഒരുപാട് തവണ ഭാഗ്യം നൽകണേ റബ്ബേ. അതുപോലെ മഹാന്മാരായ ഔലിയാക്കന്മാർ, ശുഹദാക്കളൊക്കെ മറവട്ട് കിടക്കുന്ന അവരുടെ മഖ്ബറകൾ, മസാറുകൾ സന്ദർശിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റബ്ബേ. പടച്ചോനെ, ജീവിച്ചിരിക്കുന്ന സ്വാലിഹീങ്ങളോട് സഹവസിക്കാനുള്ള ഭാഗ്യം നൽകണം അല്ലാ. ഞങ്ങളുടെ വീട്ടിൽ നീ ബറക്കത്ത് നൽകണേ പടച്ചോനെ. നിന്നെ മറക്കാത്ത രൂപത്തിലുള്ള ഐശ്വര്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ അല്ലാ. മല പോലെ വരുന്ന ആഫത്തുകളെയും മഞ്ഞ് പോലെയായി ദൂരീകരിക്കണേ റബ്ബേ. ഞങ്ങൾക്ക് ഏവർക്കും നാഫിയാ ഇൽമ വർദ്ധിപ്പിച്ചു തരണേ റബ്ബേ. റബ്ബേ അല്ലാഹുവേ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണേ. വിശുദ്ധ റമളാനിലേക്ക് ഞങ്ങളെ എത്തിക്കണേ റബ്ബേ. അല്ലാഹുവേ, എല്ലാ ശർറുകാരുടെ ശർറിൽ നിന്നും ഞങ്ങളെയും കുടുംബത്തെയും സഹോദരങ്ങളെയും കാക്കണേ റബ്ബേ. ലോക മുസ്ലിമീങ്ങൾക്ക് നീ ഇസ്സത്ത് നൽകണേ അല്ലാ, സലാമത്ത് നൽകണേ റബ്ബേ. ഇസ്ലാമിന്റെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ അല്ലാ. പടച്ചോനെ, അപകടങ്ങളെ തൊട്ട്, അപകട മരണങ്ങളെ തൊട്ട്, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടൊക്കെ ഞങ്ങളെ കാക്കണേ റബ്ബേ. വിട്ടുമാറാത്ത വേദനകളെ തൊട്ട് കാക്കണേ അല്ലാ.
ഞങ്ങളുടെ കുടുംബത്തിലുള്ള ബന്ധത്തിലുള്ള ഗർഭിണികൾക്ക് നീ സുഖപ്രസവം നൽകണേ അല്ലാ. ഒരുപാട് പേര് പ്രയാസപ്പെടുന്നുണ്ട് റബ്ബേ ഞങ്ങളുടെ ചുറ്റുഭാഗത്ത്. അല്ലാ അവർക്കൊക്കെ നീ ആശ്വാസം നൽകണേ റഹ്മാനെ. പടച്ചോനെ ഞങ്ങളെ നിന്റെ മുത്തഖീങ്ങളായ അടിമകളിൽ പെടുത്തണേ, ദാക്കിരീങ്ങളായ അടിമകളിൽ പെടുത്തണേ, ശാക്കിരീങ്ങളായ അടിമകളിൽ പെടുത്തണേ, ആത്മാർത്ഥതയുള്ള മുഖ്ലിസീങ്ങളായ അടിമകളിൽ പെടുത്തണേ റബ്ബേ. അല്ലാഹുവേ നിന്റെ പൊരുത്തത്തിൽ ആഫിയത്തോടെ ഇസ്സത്തോടെ ദീർഘായുസ് ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ അല്ലാ. മരിക്കൽ ഖൈറാകുന്ന ഒരു ദിവസം പടച്ചോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി സ്വർഗം കണ്ട് റസൂലുള്ളാഹിനെ കണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റബ്ബേ. നിന്റെ റഹ്മത്തിലേക്ക് മടങ്ങുന്ന ആ ദിവസം അത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസമാക്കണേ റബ്ബേ. നീ ഞങ്ങളെ തൊട്ട് പൊരുത്തപ്പെട്ടൊരവസ്ഥയിലല്ലാതെ ഞങ്ങളെ റൂഹിനെ നീ പിടിക്കല്ല അല്ലാ. പടച്ചോനെ ഞങ്ങൾ ചൊല്ലിയതിൻ്റെയൊക്കെ സവാബിൻ്റെ മിസ്ല് ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, വല്ലിപ്പമാരുണ്ട്, വല്ലിമ്മമാരുണ്ട്, ഉസ്താദുമാരുണ്ട്, അള്ളാഹുവേ അയൽവാസികരുണ്ട്, കുടുംബക്കാരുണ്ട്, ബന്ധുക്കളുണ്ട്, സുഹൃത്തുക്കളുണ്ട്. അല്ലാ അവരുടെയൊക്കെ ഹളറത്തിലേക്കും നീ ഇതിൻ്റെ സവാബിൻ്റെ മിസ്ലെത്തിക്കണേ. അവർക്കൊക്കെ ഖബറിൽ ആശ്വാസമുള്ള റാഹത്തുള്ള ജീവിതം നൽകണേ അല്ലാ. നാളെ സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടാൻ അവർക്കും ഞങ്ങൾക്കും ഭാഗ്യം നൽകണേ റബ്ബേ. നിന്റെ ലിഖാ അവർക്കും ഞങ്ങൾക്കും നൽകണേ അല്ലാ. ഞങ്ങളെ നീ വിജയികളിൽ പെടുത്തണേ, ഞങ്ങളാരെയും പരാജിതരിൽ പെടുത്തല്ല അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.